വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും അമ്മയും ഇപ്പോൾ തകഴിയിലാണ് ഉള്ളത്. ഞങ്ങൾ രാവിലെ തന്നെ പനയന്നൂർക്കാവ് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും അമ്മയും കൂടെ അമ്മയുടെ സ്കൂളിലേക്കാണ് പോയത്. സ്കൂളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഗീതാൻ്റിയുടെ ഗീതാ കഫേ എന്നുള്ള ഹോട്ടലിൽ നിന്ന് നല്ല ചൂടുള്ള ദോശയും ചമ്മന്തിയും കടലക്കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗീതാൻ്റി എനിക്ക് ഒരുപാട് നാൾ കൊണ്ടുള്ള പരിചയമാണ്. ഞാൻ എപ്പോൾ തകഴിയിൽ ചെന്നാലും ഗീതാൻ്റി എന്നെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരും. അത്രയ്ക്ക് സ്നേഹമാണ് ഗീതാൻ്റിക്ക്. അതേപോലെ അവിടുത്തെ അങ്കിളും. ഈ ഡേയുടെ തലേ ദിവസം ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു ഡിന്നറൊക്കെ പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനും അമ്മയും ആറ്റുകാൽ പൊങ്കാലയുണ്ട് വ്രതമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പൊട്ടറ്റോ കറിയൊക്കെ ഗീതാൻ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും അമ്മയും കൂടി ഇനി നേരെ സ്കൂളിലേക്ക് പോവാണ്. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് അത്യാവശ്യം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 8:30 ആയപ്പോഴേക്കും സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അമ്മയുടെ സ്കൂള്, ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂള് തകഴി. അമ്മ പഠിപ്പിക്കുന്നത് ഹൈസ്കൂളിലാണ്. തകഴിയിലെ വേറൊരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ് നമ്മുടെ അയ്യപ്പൻ്റെ ടെമ്പിള്. എൻ്റെ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടെമ്പിളാണ് ഈ അയ്യപ്പൻ്റെ ടെമ്പിള്. എനിക്കും അതേ കുഞ്ഞു നാൾ മുതൽ വരുന്നതാണ് ഇവിടെ. അതുകൊണ്ട് ഭയങ്കര വിശ്വാസമാണ് അയ്യപ്പൻ്റെ അമ്പലം. അമ്പലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ തകഴി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം എന്നാണ്. അവിടെ ഇപ്പം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ പോയി തൊഴാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് അമ്മയുടെ സ്കൂളും അതിൻ്റെ പരിസരവും എല്ലാം. കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരു പഴയ മോഡൽ സ്കൂളാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. അതുമാത്രമല്ല ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെയും എല്ലാവരെയും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് അമ്മയുടെ സ്കൂളിൽ വന്നിരിക്കാനും ഒക്കെ. ഇതാ ഇവിടെ ചെറിയ രീതിയിലുള്ള ഗാർഡനിങ് ഒക്കെ ഉണ്ട്. നല്ല റോസയൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. എല്ലാം കൂടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. സ്റ്റാഫ് റൂം തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെളിയിൽ അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, അവിടെ ഇരിക്കുകയാണ്. അമ്മയുടെ സ്കൂളിലെ സ്റ്റുഡൻസ് വരച്ചതും എഴുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ നോട്ടീസ് ബോർഡിലൊക്കെ വെച്ചിട്ടുള്ളത്. സോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്യാപ്ചർ ചെയ്തു. അപ്പോഴേക്കും തന്നെ ഓഫീസ് സ്റ്റാഫായിട്ടുള്ള സായി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് സർപ്രൈസ്ഡായി ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ സോ നമുക്ക് അവിടുത്തെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് കാണാം. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു ചുറ്റുപാടൊക്കെ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ക്ലാസ് റൂംസും സ്കൂളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വരും, സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ. അങ്ങനെ സായി ചേട്ടൻ അവിടുത്തെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാണ്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളായിരുന്നു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഹയർ സെക്കൻഡറിയിലെ ടീച്ചറാണ്. ടീച്ചറപ്പം ഞങ്ങൾ ഇങ്ങനെ വെളിയിലിരിക്കുന്ന കണ്ടിട്ട് സംസാരിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അമ്മയുടെ സ്കൂളിലെ ടീച്ചേഴ്സ് വരുമ്പോൾ കാണിച്ചു തരാം ഞാൻ. ഇനി നമുക്ക് സ്റ്റാഫ് റൂം ഒക്കെ ഒന്ന് കാണാം. ഇപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റാഫ് റൂംസ് ഒന്നും കാണാൻ പറ്റില്ല. ഈ ഒരു പഴയ മോഡല് എനിക്ക് അതുകൊണ്ട് തന്നെ ഈ സ്റ്റാഫ് റൂം ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അങ്ങനെ അമ്മയുടെ സീറ്റിലൊക്കെ ചെന്നിരുന്നു. അപ്പോഴേക്കും അജിത ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അജിത ആൻറ്റി ഈ സ്കൂളിലെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരാളാണ്. ആൻറ്റി ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അതേപോലെ ഭയങ്കര ഫണ്ണുമാണ്. എനിക്ക് ആൻറ്റിയുടെ സംസാരമൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ചിരിച്ചിരിക്കും. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ആൻറ്റിയൊക്കെ ഒരുപാട് നാൾ കൊണ്ടുള്ള പരിചയമാണ്. ഞാൻ കുഞ്ഞിലെ കാണാൻ തുടങ്ങിയതാണ് ആൻറ്റിയൊക്കെ. ഇത് എല്ലാവരുടെയും ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്.
അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാനിതൊക്കെ മെയിനായിട്ടും എടുത്തത്. പിന്നെ നമ്മൾ ഈ മാത്സിൽ കാണുന്ന പോലെ ട്രയാങ്കിൾ, പെൻറ്റഗൺ, കോൺ അതൊക്കെ ഇങ്ങനെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കൃഷ്ണൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനുമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ദീപാൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. ദീപാൻറ്റി ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പം ദീപാൻറ്റി പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആണ്. വൺ ഓഫ് ദ സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ് ദീപാൻറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദീപാൻറ്റിയെ. എല്ലാവരെയും ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കില്ല, എല്ലാവരും അത്ര ഇഷ്ടമായിട്ടാണ് പറയുന്നത്. ഇപ്പം സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസസ് ഒക്കെ വന്നാൽ ദീപാൻറ്റി ത്രൂ ഔട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അത്ര കെയറിങ് ആണ് ആൻറ്റി. ദീപാൻറ്റിയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കുറേ നാൾ കൊണ്ടുള്ള പരിചയമാണ്. അതുകൊണ്ട് ഇവരൊക്കെ ഇപ്പോൾ സ്വന്തം ഫാമിലി പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് അമ്മയുടെ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ശിവ. അവനിപ്പം ഹയർ സെക്കൻഡറിയിലാണ്. അമ്മയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്റ്റുഡൻ്റാണ് ശിവ. ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സ്കൂളിലെ HM ആയ പ്രഭാൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റിയും ഭയങ്കര ക്ലോസ് ആണ് ഞങ്ങളുമായിട്ട്. ഞങ്ങളെന്ന് പറയാൻ കാരണം ഞാനും അച്ഛനുമായിട്ടും അത്രയ്ക്കും ക്ലോസ് ആണ് ആൻറ്റി. ആൻറ്റിയുടെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. ആൻറ്റി ഇപ്പം HM ആണ്. ആൻറ്റി നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സാബു അങ്കിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഫോട്ടോ എടുക്കുന്ന ദിവസമാണ്, കുട്ടികളുടെയും സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും. സോ എല്ലാവരും നല്ല ഭംഗിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഋഷിച്ചേട്ടൻ വന്നു. ഇവരെല്ലാം ഓഫീസ് സ്റ്റാഫ്സാണ്. അമ്മ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഒരു ഹായൊക്കെ ചേട്ടൻ തരുന്നുണ്ട്. അതിനുശേഷം അനുചേച്ചിയും സാബുങ്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സാബുങ്കളും ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അങ്കിളും ഹായൊക്കെ തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വരികയാണ്. അങ്ങനെ അവിടെ റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ജയശ്രീ ടീച്ചർ, അജയൻ സർ, അങ്ങനെ എല്ലാവരുടെയും. ജയശ്രീ ടീച്ചറിനെ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു വ്ളോഗിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മായ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റി വന്നാൽ പിന്നെ എനിക്ക് വേറൊരു വൈബ് തന്നെയാണ്. അമ്മ എത്രമാത്രം ട്രോളാൻ പറ്റുന്നോ അത്രമാത്രം ഞങ്ങൾ ട്രോളാറുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഞാനിങ്ങനെ എല്ലാവരുടെയും പുറകെ നടന്നിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഇത് അമ്പിളി ആൻറ്റിയാണ്. ആൻറ്റിയും ഇംഗ്ലീഷ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആൻറ്റിയും ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നല്ല ഫണ്ണായിട്ടുള്ളൊരു ആൻറ്റിയാണ്. ഭയങ്കര കോമഡിയൊക്കെയാണ് ആൻറ്റി. ഇത് പിന്നെ ആതിര ആൻറ്റി. ഹിന്ദിയാണ് ആൻറ്റി പഠിപ്പിക്കുന്നത്. ദെൻ അവിടെ എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കുകയൊക്കെയാണ്. അതിനുശേഷം വീണ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. വീണ ചേച്ചി ഫിസിക്സാണ് പഠിപ്പിക്കുന്നത്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നല്ലൊരു ഡാൻസറും ഒക്കെയാണ് ചേച്ചി ഞാനൊക്കെ ആയിട്ട് റീസെൻ്റ് ആയിട്ടുള്ള പരിചയങ്ങളാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സാബു അങ്കിളിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സാബു അങ്കിളിനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിലെ മുതൽ അറിയുന്ന ആളാണ്. ഞാൻ കുഞ്ഞിലെ എങ്ങനെ കണ്ടോ അതേപോലെയാണ് സാബു അങ്കിൾ ഇപ്പോഴും. അത്രയും ഗ്ലാമറായിട്ടൊക്കെ സാബു അങ്കിൾ ഇപ്പോഴും ഇരിക്കുന്നു. ഞാൻ അമ്മയോട് അത് എപ്പോഴും പറയും. വളരെ നീറ്റ് ആൻഡ് വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെയാണ് സാബു അങ്കിൾ വരാറ്. അതേപോലെ എൻ്റെ ഒരു വലിയ വെൽവിഷർ കൂടെയാണ് സാബു അങ്കിള്. അങ്ങനെ അവിടുത്തെ ടോക്സിനൊക്കെ ശേഷം വെളിയിലോട്ട് ഇറങ്ങിയപ്പം അശ്വതി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി നല്ലൊരു കൂട്ടാണ് എനിക്ക് അവിടെ ചെന്നാൽ. ഞങ്ങൾ മോസ്റ്റ്ലി സാരിയുടെ കാര്യങ്ങളും പിന്നെ ഹെയർ സ്റ്റൈലിങ്ങും ഒക്കെയാണ് സംസാരിക്കാറ് കൂടുതലും. ഇത് അമ്പിളി ആൻറ്റിയുടെ ക്ലാസ്സുകാർ കൊടുത്ത ഗിഫ്റ്റ്സാണ്. നല്ല ഭംഗിയുണ്ടല്ലോ എല്ലാം കാണാൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ അതെന്തായാലും കമൻറ്റ് ചെയ്യണം. അമ്മ വെറുതെ അമ്മയുടെ ആണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്രയും സ്നേഹമുള്ള കുട്ടികളാണ് തകഴിയിലുള്ളത്. ഞാൻ എപ്പോഴും അത് അമ്മയോട് പറയാറുണ്ട്. പണ്ട് മുതലേ അങ്ങനെയാണ്. ഭയങ്കര റെസ്പെക്റ്റും അതുപോലെ അവർക്ക് അത്രയും സ്നേഹമുള്ളവരാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. എല്ലാവരും ഗ്രീൻ ഓറഞ്ച് കോംബോ ഒക്കെയാണ്. സോ ഇതാണ് ബിനു സാറ്. ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സാറും എൻ്റെ ഒരു നല്ലൊരു വെൽവിഷറാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്കൂളിൽ ഫെയർവെല്ലൊക്കെ ആയിരുന്നു. അങ്ങനെ അവർക്ക് ബ്രേക്ക് കിട്ടിയ ടൈമിൽ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവാണ്. ഭഗവാൻ വെളിയിൽ എഴുന്നള്ളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് പോയി തൊഴാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഉത്സവം നടക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ തൊഴുതുകൊണ്ട് നിന്നപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ്ലി സന്തോഷ് അങ്കിളിനെയൊക്കെ കണ്ടത്. അങ്ങനെ അങ്കിളുടെ വീഡിയോയും കുറച്ച് നേരം എടുത്തു. അങ്ങനെ അമ്പലത്തിൽ ചെന്നപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ കുഞ്ഞമ്മയെ കാണാൻ പറ്റി. ആൻറ്റിയും നമ്മുടെ ഫാമിലിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോയി. അപ്പോഴേക്കും അജിത് ആൻറ്റിയുടെ ഡോട്ടർ ഇൻ ലോ ആയിട്ടുള്ള ശ്രീലക്ഷ്മി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയൊക്കെ കണ്ടു. ഇത് ശ്രീകല ആൻറ്റിയാണ്. അവരെല്ലാം ഓരോ കാര്യങ്ങളിലായിട്ട് ബിസി ആയിട്ട് നടക്കുകയാണ്. ശ്രീകല ആൻറ്റിയും അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങളുടെ ഫാമിലിയായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളും കൂടെയാണ് ശ്രീകല ആൻറ്റി. ആൻറ്റിയും ഒരുപാട് വർഷം കൊണ്ടുള്ള പരിചയമാണ്. ദെൻ അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സ്റ്റാഫ് റൂമിൽ ഞാൻ പോയപ്പോഴേക്കും അമ്പിളി ആൻറ്റി മോഡൽ എക്സാമിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അനുചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ സംസാരിക്കുകയാണ്. അനുചേച്ചി നല്ലപോലെ തിരുവാതിര കളിക്കുന്ന ഒരാളാണ്. ഈ വർഷം ചേച്ചി തകഴിയിലും അമ്പലപ്പുഴയിലും ഒക്കെ തിരുവാതിര കളിക്കുന്നുണ്ട്. എന്നെ ഇൻവൈറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി. അപ്പോഴേക്ക് രാജശ്രീ ടീച്ചറും സ്റ്റാഫ് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ സെൻഡ് ഓഫ് ആയിരുന്നു ഈ ഫെബ് 28-ന്. ഈ മെറൂൺ സാരി ഉടുത്തിരിക്കുന്നതാണ് ബിന്ദു ആൻറ്റി. ആൻറ്റി മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോഴേക്കും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ക്ലാസ് ആയിട്ട് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിൽക്കുകയാണ്. ഇവരെല്ലാവരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണേന്നും പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവരുടെയൊക്കെ വീഡിയോ എടുത്തു കൊടുക്കുന്നത് സ്റ്റുഡൻസിൻ്റെ. ഇതൊക്കെ കുറേ നാൾ കഴിയുമ്പം അവർക്കൊരു നല്ല മെമ്മറി ആയിരിക്കും. ഇവരിങ്ങനെ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ 10th ഫോട്ടോ എടുപ്പിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് കുറച്ച് ഡേയ്സാണ് ഈ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിനെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോണില്ല. പിന്നെ ഇവരാണ് ഇത്തവണ SSLC എഴുതാൻ പോണവർ. സോ എല്ലാവർക്കും ഒരു വലിയ ഓൾ ദി ബെസ്റ്റ്. ദെൻ സ്റ്റാഫിൻ്റെ ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവരെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് സാരിയൊക്കെ ഉടുത്തിട്ടിരിക്കുന്നത് കാണാൻ. അപ്പോഴേക്കും പ്രഭാൻറ്റി എന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ തന്ന് സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റ്സാണ് ഇതെല്ലാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കുറേ മാലയും ബ്രേസ്ലെറ്റ്സും ഒക്കെയാണ് ആൻറ്റി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ക്ലിപ്സും എല്ലാമാണ് തന്നിട്ടുണ്ടായിരുന്നത്. എനിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി വരുന്ന വ്ളോഗ്സിൽ അത് നിങ്ങളെ കാണിച്ചു തരാം. താങ്ക് യു സോ മച്ച് ആൻറ്റി, ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഓർത്തിരുന്ന് എനിക്ക് വാങ്ങിച്ചൊക്കെ തന്നതിൽ. ഞാൻ മെയിനായിട്ടും ഈ വ്ളോഗ് എടുക്കുന്നത് ഇവർക്ക് വേണ്ടി. കാരണം കുറേ വർഷത്തിന് ശേഷം ഇവർ റിട്ടയർ ഒക്കെ ആയിട്ട് ഇത് കാണുമ്പം അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ഹാപ്പിനെസ് വേറെ തന്നെ ആയിരിക്കും. സോ ഐ ഡെഡിക്കേറ്റ് ദിസ് വ്ളോഗ് ടു ദീസ് പീപ്പിൾ. അപ്പോഴേക്കും ഹയർ സെക്കൻഡറിയിലെ കുറച്ച് ടീച്ചേഴ്സിനെയും കൂടെ കണ്ടിരുന്നു. റെഡ് ചുരിദാർ ഇട്ടിരിക്കുന്നതാണ് രമ്യ ചേച്ചി, മറ്റേത് ഷൈജ ടീച്ചർ. രണ്ടുപേരെയും എനിക്ക് അമ്മ പറഞ്ഞ് നല്ല പരിചയമാണ്. അത്രയും സ്വീറ്റ് ആയിട്ടുള്ള രണ്ടുപേരാണ് ഇവർ രണ്ടാൾക്കാരും. ഇത് വേറൊരു ദിവസത്തെ ക്ലിപ്പിംഗ് ആണ്. ഞാൻ മുമ്പെടുത്ത വീഡിയോയിൽ ഒരാൾ മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. 10th പഠിക്കുന്നവരുടെ വീട്ടിലോട്ടാണ് ഇവിടുന്ന് കുറച്ച് സ്റ്റാഫ് പോകുന്നത്. സോ പോകുന്ന വഴിയിൽ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ചുറ്റുപാടും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്, ഭയങ്കര ഗ്രീനറിയാണ്. സോ ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ മിസ്സായിട്ടുള്ള ഒരാൾ, വേണു സാറ് ഭയങ്കര ഫണ്ണാണ്. നമ്മളിങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കും സാറിൻ്റെ ജോക്സ് കേട്ടാൽ. സാറ് പഠിപ്പിക്കുന്ന വിഷയം മലയാളമാണ്. സാറ് സ്കൂളിലുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഭയങ്കര പോസിറ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് വേണു സാറിൻ്റെ കൂടെ പോയാൽ ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കാം. എനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു സാറാണ് വേണു സാറ്. അപ്പോൾ സാറ് അമ്മയോട് എന്തൊക്കെയോ ജോക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനും അത് കേട്ട് സൈഡിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജോക്സ് അപ്പാർട്ട് ഇവരുടെ സ്കൂളിൽ വന്നാൽ നല്ല രസമാണ്. അതേപോലെ തന്നെ ഇവരെല്ലാം അതുപോലെ കുട്ടികളായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത്രയും കെയർ ചെയ്യുന്നവരാണ്. അതാണ് എനിക്ക് സ്കൂളിനെ പറ്റി പറയാനുള്ളൊരു മെയിൻ കാര്യം. സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് തമ്മിലുള്ളൊരു കണക്ഷൻ അത് വേറെ തന്നെയാണ്. എനിക്ക് സ്കൂള് പണ്ട് മുതലേ അറിയാമെന്നുള്ളതുകൊണ്ട് പറയണേ. ഇവിടെ എല്ലാവരും ടീച്ചിങ് ആണെങ്കിലും അറ്റ് ദ ബെസ്റ്റാണ്. എല്ലാവരും നല്ല കിഡിലായിട്ട് പഠിപ്പിക്കുന്നവരാണ്. പഠിപ്പിക്കുന്ന കാര്യങ്ങളിലും ഡിസിപ്ലിൻ നോക്കുന്നതിലും ഒക്കെ ഇവർ നല്ല സ്ട്രിക്റ്റ് ആണെങ്കിലും
ബാക്കി ഉള്ള കാര്യങ്ങളിലെല്ലാം ഇവർ നല്ല ഫ്രീ ആണ്. കുട്ടികൾക്കും എന്ത് വേണമെങ്കിലും വന്ന് പറയാനുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എൻ്റെ സ്കൂളിൽ പോലും ഒരുപക്ഷെ ഇത്രയും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ലേ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് തമ്മിൽ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കതൊക്കെ കാണാനൊക്കെ പറ്റും. സ്ട്രിക്റ്റ് ആവേണ്ട സ്ഥലങ്ങളിൽ അവർ സ്ട്രിക്റ്റ് ആവുകയും ചെയ്യും, അല്ലാത്തപ്പം ഭയങ്കര ഫ്രീ ആണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും ഒരു ഡോഗിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ലാബ്രഡോർ ആണെന്നാണ് തോന്നുന്നത്. അവനിങ്ങനെ കൂട്ടിക്കിടന്നും കുരയ്ക്കുകയാണ് ഞങ്ങളെ കണ്ടിട്ട്. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവനെയും കൂടെ ക്യാപ്ചർ ചെയ്തത്. മെയിൽ ഓർ ഫീമെയിൽ അതറിയില്ല കേട്ടോ. ദെൻ ബാക്ക് ടു സ്കൂൾ. അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫെബ് 28 അവരുടെ ആനുവൽ ഡേ ആണ്. അതേപോലെ തന്നെ രാജശ്രീ ടീച്ചറിൻ്റെ സെൻഡ് ഓഫും കൂടെയാണ്. സോ അതിൻ്റെ പ്രിപ്പറേഷൻസ് അവിടെ പൊക്കോണ്ടിരിക്കുകയാണ്. അജിത ആൻറ്റി പാവം നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. അതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അജിത ആൻറ്റി. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബായ് ഒക്കെ പറഞ്ഞ് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന ടൈമിലാണ് അജിത ആൻറ്റി അവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്ന കണ്ടത്. അപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ല, അജിത ആൻറ്റി അത്ര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഗീതാൻ്റെയൊക്കെ കണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ബൈ.